ആ കുഞ്ഞിനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വപ്നത്തിലൂടെ അള്ളാഹിൻ്റെ ഭാഗത്തിൽ വഹി വന്നു, അറക്കാൻ വന്നു. അവിടെ എന്തൊരു സ്നേഹമുണ്ട് ആ കുട്ടിയോട് അല്ലേ, എത്രയോ കാലം കഴിഞ്ഞിട്ട്. പക്ഷെ ആ ഒരു അള്ളാഹിൻ്റെ ഭാഗത്തൊരു കൽപ്പന വന്ന ടൈമിൽ ആ സമയത്ത് എന്തുണ്ടായത് മൂപ്പര്? അതിൽ യാതൊരു സങ്കോചമില്ല. അള്ളാഹിൻ്റെ ഭാഗത്ത് കൽപ്പന വന്നപ്പോൾ ഉടനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ്. അതാണ് ബലിയെറുക്കുക എന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് വേണ്ടി ബലിയെറുക്കാൻ വേണ്ടി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിട്ടു പോകാൻ നേരത്ത് ഹാജർ ഹബീബ് പറഞ്ഞ വർത്താനം എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ഉമ്മ അതിനെ കുഞ്ഞിനെ ഉമ്മാനെ ആക്കിയിട്ട് ഭർത്താവ് പോകുമ്പോൾ എന്താ പറയുക? ഇത് നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിനാണോ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണോ? ആ അള്ളാഹു താലാൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ. അപ്പോൾ അവരെന്താ പറഞ്ഞു? അള്ളാഹിനെ തൊട്ടുള്ള കൽപ്പന പ്രകാരമാണ് നിങ്ങൾ പൊക്കോളി എന്ന് പറഞ്ഞു. കണ്ട അവരുടെ വിശ്വാസം നോക്കി. എന്താ ആരുമില്ലല്ലോ ഭർത്താവ്, ഞാൻ ഒരു പെണ്ണല്ലേ എന്നൊന്നും പറഞ്ഞില്ല. കാരണം അവർക്കുള്ള വിശ്വാസം ഒരു നബിയുടെ സഹവാസത്തിൽ നിന്ന് വന്നവരാണ്. അവർക്കുള്ള വിശ്വാസം എനിക്ക് എൻ്റെ അള്ളാഹ് ഉണ്ട്, എൻ്റെ അള്ളാഹു എനിക്കുണ്ട്, എനിക്ക് അള്ളാഹു ഉണ്ട്. എന്ത് ചെയ്യണം? സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അവന് പ്രയാസമാവുന്നതിൽ കൂടുതൽ നേരം എന്ത് ചെയ്യരുത്? രോഗിയുടെ അടുക്കൽ ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ ശബ്ദം പോലെ ശബ്ദത്തിൽ സംസാരിക്കരുത് രോഗിയുടെ മുന്നിൽ നിന്ന്. അവന് പ്രയാസമാവുന്ന വിധത്തിൽ സംസാരിക്കരുത്, ശബ്ദം കുറച്ച് സംസാരിക്കും. അവന് ശബ്ദത്തിൽ സംസാരിക്കുക കേൾക്കുമെങ്കിൽ അവനത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ സംസാരിക്കും. അതുപോലെ രോഗിക്ക് ഇഷ്ടം നമ്മളവിടെ കുറേ നേരം നിൽക്കലാണെങ്കിൽ ആ രോഗിയുടെ അടുക്കൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കാം. അതാണ് പൊതുവെ രോഗികളുടെ അടുക്കൽ എന്ത് ചെയ്യരുത്? കൂടുതൽ നേരം ഇരിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, നാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ലോകത്തേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ അയച്ചപ്പോൾ നമുക്ക് നമ്മുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ, നമ്മളിവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ള സിമ്പിളായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അറിയിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹുവിനോടും കടപ്പാടുകളുണ്ട്. അതുമാത്രം പോരാ, അവൻ്റെ വിശ്വാസികളായ അടിമകളോടും കടപ്പാടുകളുണ്ട്. മറ്റു ഇതര അവിശ്വാസികളായാലും അല്ലാത്തവരുമായ എല്ലാ സൃഷ്ടികളോടും നമുക്ക് കടപ്പാടുകളുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിനോടും അവൻ്റെ വിശ്വാസികളായ അവൻ്റെ പടപ്പുകളോടും നമുക്കുള്ള കടപ്പാടുകളാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും നമ്മൾ പൂർത്തിയാക്കണം, അവൻ്റെ സൃഷ്ടികളോടുള്ള കടപ്പാടുകളും പൂർത്തിയാക്കണം. നമ്മളെ ഇഷ്ടത്തിനല്ല, അത് നമ്മൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിനനുസരിക്കലാണ്. അതായത് മഹാന്മാർ നമുക്ക് അതിനെ വളരെ സിമ്പിളായിട്ട് അവരുടെ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അലൈന അൻ നുതിഅ അല്ലാഹ വ റസൂലഹു. ഒന്നാമത്തെ കടപ്പാട് നമ്മുടെ മേൽ അത്യാവശ്യമാണ്. അൻ നുതിഅ അല്ലാഹ വ റസൂലഹു. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഴിപ്പെടൽ, അനുസരിക്കൽ. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചുവെങ്കിൽ അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെ നമ്മൾ അനുസരിക്കണം. അതായത് അതിലേക്ക് അള്ളാഹു ഒരു കൽപ്പന നമ്മളിലേക്ക് തരുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണല്ലോ, അള്ളാഹു റസൂലിനെ വിശ്വസിച്ചവരാണ്. നമുക്കതിൽ സംശയമില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളത് സംശയമില്ല. അള്ളാഹു നമ്മുടെ റബ്ബും ഇലാഹും, നമ്മുടെ ഖാലിഖും മാലിക്കും റാസിഖും ഹാക്കിമും, അതായത് നമ്മുടെ സിട്ടാവും ഉടമസ്ഥനും ഭക്ഷണം നൽകുന്നു, നമുക്ക് ഭക്ഷണം നൽകുന്നു, നമുക്ക് നമ്മളെ മേൽ വിധി നടപ്പിലാക്കുന്നു ഒക്കെ അള്ളാഹു ആണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. അപ്പോൾ നമുക്കുള്ള കടമ എന്താണ്? അള്ളാഹുവിനോട്, അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെ അനുസരിക്കും. അതെങ്ങനെ അനുസരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംശയം കൂടാതെ ബേൻ ചൂൻ ചറ ഇത്താഅത്ത് കർണ എന്നാണ് ഉറുദു ഭാഷയിലൊക്കെ അങ്ങനെ പറയും. അതായത് അങ്ങോട്ടും കൂടെ ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹു അവൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ മറ്റൊന്നും നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിലേക്ക് വേറൊന്നും സ്വാധീനം ചെലുത്താൻ പാടില്ല. ഇന്ന കാര്യങ്ങൾ പാടില്ല എന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മസാല ഉണ്ടാക്കാൻ നടക്കുന്ന. ഉദാഹരണമായിട്ട്
പലിശ നിഷിദ്ധമാണ്. വളരെ നിസ്സാരമായിട്ട് ലോണൊക്കെ എടുക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ആളുകൾ ലോൺ എടുക്കുന്നു. അങ്ങനെ വളരെ, അതായത് ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ട് പലിശ അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു. പലിശക്ക് കൊടുക്കുന്നവരെയുണ്ട്, അതായത് കടം കൊടുത്തിട്ട് പലിശക്ക് വാങ്ങുന്നവർ വരെ ഉണ്ട്. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞാൽ, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധം തന്നെ. പിന്നെ നമ്മളത് വർജിക്കണം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ചിലതിനോട് മുഅല്ലഖായുള്ള ചില വിഷയങ്ങളുണ്ടാവും. അത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് നമുക്ക് ശ്രദ്ധിച്ച് നമ്മുടെ മദ്ഹബ് അനുസരിച്ചിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ ഇളവുകൾ നമുക്ക് സ്വീകരിക്കാം. മനസ്സിലാവുന്നുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ, പണ്ഡിതന്മാർ ചില വിഷയത്തിന് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മറ്റൊരു വിഷയം. അതേ സ്ഥാനം പലിശ എന്ന് പറയുന്ന കാര്യങ്ങൾ, കള്ള് എന്ന് പറയുന്ന കാര്യങ്ങൾ, മയക്കുമരുന്ന് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഇത് നിഷിദ്ധമാണ്. അപ്പൊ നമ്മളത് ഒഴിവാക്കണം. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്തോളാം, ഇന്നത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ പാടില്ല. ഇന്നതൊക്കെ ചെയ്യാം, മറ്റൊരു ഞാൻ ഒഴിവാക്കും, അത് പാടില്ല. ഇപ്പൊ സ്ത്രീകളോട് പറയുകയാണ്, ഇപ്പോൾ നമ്മളുടെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് നമ്മൾ മദ്രസകളിലൊക്കെ പഠിക്കുന്ന കിതാബുകൾ കാണാൻ പറ്റും. സ്ത്രീകൾക്കുള്ള ഔറത്തുകൾ, എന്താ പറയുക, അതായത് കാണാൻ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ, അങ്ങനത്തെ പുരുഷന്മാരുടെ മുന്നിലുള്ള ഔറത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്യപുരുഷന്മാരുടെ മുന്നിലുള്ള ഔറത്ത്. അല്ല, വ്യത്യസ്തമാണ്. ഇബാദത്ത് നിസ്കരിക്കുമ്പോൾ ഉള്ള സ്ത്രീകൾക്ക് മറക്കേണ്ടത് ഇന്നതുപോലെ. ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അതായത് നമുക്ക് വിവാഹമൊക്കെ നിഷിദ്ധമായ ആളുകൾ, അതായത് നമ്മളെ ജ്യേഷ്ഠന്, ഒരു സ്ത്രീയുടെ ജ്യേഷ്ഠൻ, അനുജൻ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികൾ, ഇങ്ങനെയുള്ള ആളുകൾ, അവരോട് കാണിക്കാൻ, അവരോട് എങ്ങനെ മറക്കണമെന്നുണ്ട്. എന്നാൽ അന്യപുരുഷന്മാരോട് മറക്കേണ്ട ഒരു ഔറത്തായിട്ട് നമ്മൾ മദ്രസ കിതാബുകൾ പഠിക്കുന്നുണ്ട്. എന്താണത്? സ്ത്രീ മുഴുവനും ഔറത്താണ് എന്ന് പറയും, അല്ലേ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ വരുമ്പോൾ ഇന്നത് ഞാൻ ചെയ്യൂല, മറ്റതൊക്കെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എടുക്കാം, മറ്റുള്ളത് എടുക്കാൻ പറ്റില്ല, അത് പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്ആഅത്ത് ചെയ്യണം, അള്ളാഹിനോട് ഇത്ആഅത്ത് ചെയ്യൽ നമ്മുടെ കടമയാണ്. പിന്നെ എന്താണ്? അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അലം യഅലം ബി അന്ന അല്ലാഹ യറ, അള്ളാഹ് അവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, തീർച്ചയായും അല്ലാഹു തആല അവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവൻ അറിയുന്നില്ലയോ എന്ന ആയത്ത്, അതിന്റെ പശ്ചാത്തലത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഒരു മനുഷ്യനുണ്ടാവൽ അവൻ അള്ളാഹുവിനോട് ചെയ്യേണ്ട കടമകളിൽപ്പെട്ടതന്നാണ്, അദബിൽപ്പെട്ടതാണ്. അള്ളാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവനെപ്പോഴും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവന്റെ അറിവിലാണ് ഞാൻ, അവന്റെ വിജ്ഞാനത്തിലാണ് ഞാൻ, അവന്റെ നോട്ടത്തിലാണ് ഞാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടാലും അള്ളാഹു ഉണ്ട്. രണ്ടാളോട് ഞാൻ സ്വകാര്യം പറയാണ്, ഞാൻ ഒരാളോട് സ്വകാര്യം പറയുകയാണെങ്കിൽ മൂന്നാമത്തനായിട്ട് അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. ഞാൻ രണ്ടുപേരോട് സ്വകാര്യം പറയുകയാണെങ്കിൽ നാലാമത്തവനായിട്ട് മൂന്നാമത്തനായി അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. ഞാൻ 3 പേരോട് സ്വകാര്യം പറയുകയാണെങ്കിൽ നാലാമത്തവനായി അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ അള്ളാഹ് എൻ്റെ കൂടെയുണ്ട്, എന്നെ കണ്ടുകൊണ്ടിരിഞ്ഞ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിനോടുള്ള അദബുകളിൽപ്പെട്ടതാണ്. പിന്നെ എന്താണ്? അലൈന അൻ നുറാഇ ഹുബ്ബല്ലാഹ്, അള്ളാഹുവിന്റെ മഹബത്തിനെ നമ്മൾ പരിഗണിക്കുന്നവരായി മാറണം. അൻ നുറാഇ ഹുബ്ബല്ലാഹ്, അള്ളാഹുവിന്റെ ഹുബ്ബ്, അതിനെ നമ്മൾ പരിഗണിക്കുന്നവരായി. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കണേ നമ്മൾ. അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നവരെ, ഇന്ന റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു വില കൊടുക്കാനുണ്ട്. മനസ്സിലാവുക? ചരിത്രത്തിൽ കാണാൻ സാധിക്കും, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ വസീലയ്ക്ക് ഞാൻ ചോദിക്കുന്നു. അപ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിച്ചു, റാബിയ എന്ത് വർത്താനാ പറയണേ? അള്ളാഹുവിനോട് നിന്നോടുള്ള സ്നേഹം അത് എനക്ക് എന്ത് ഉറപ്പാ? നിനക്ക് അള്ളാഹിനോടുള്ള സ്നേഹത്തെ വസീലയാക്കി എന്ന് പറയും. അപ്പോൾ റാബിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഹസൻ, എനിക്ക് അള്ളാഹിനോടുള്ള സ്നേഹം അത് എങ്ങനെയാണ്, എന്താണ്, അത് സ്വീകാര്യമാണോ, അത് എത്ര കണ്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്. അള്ളാഹ്ക്ക് എന്നോട് സ്നേഹം. ശരിയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ
നമുക്ക് എന്തെല്ലാം അള്ളാഹു നൽകി. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെ, നമ്മളെ സൃഷ്ടിച്ചു, ഇല്ലാമയും സൃഷ്ടിച്ചു, അങ്ങനെ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പാപങ്ങളോ മറ്റോ നോക്കാതാണ് അള്ളാഹു താല നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു താല റഹ്മാൻ എന്നുള്ള സിഫത്തിന്റെ എഴുത്തിബാറിൽ അവൻ ആ സിഫത്തിന്റെ എഴുത്തിബാർ അതിനെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു താല എല്ലാ സൃഷ്ടികളെയും ഇഷ്ടപ്പെടുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. അത് അവന് എതിര് പ്രവർത്തിക്കുന്നവർ. നമുക്ക് ഭക്ഷണം കിട്ടുന്നത് അള്ളാഹു താലാനെ നമ്മൾ വിശ്വസിച്ചതിന്റെ പേരിലല്ല, അത് അള്ളാഹിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അള്ളാഹു താലാന്റെ സൃഷ്ടിയാണ്, അവനാണ് എന്നെ പടച്ചത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഭക്ഷണം കിട്ടുന്നു, വെള്ളം കിട്ടും, അല്ലാതെ അവന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. ഈ ഭൂമിയിൽ ഒരു ജീവിയും ഇല്ല, അതിന്റെ അവയുടെ ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ മേലല്ലാതെ. അള്ളാഹ് തന്നെ പറഞ്ഞതാണ്. അത് ഏത് ഉറുമ്പും അത് അവിശ്വാസിയാണെങ്കിലും ശരി, ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും നിരീശ്വരാദിന യുക്തിവാദി ആയാലും അവർക്കൊക്കെ ഭക്ഷണം അള്ളാഹ് നൽകും. അവർക്കെല്ലാം ഭക്ഷണം നൽകുന്നവൻ അള്ളാഹു, എനിക്കും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. അവർക്കൊക്കെ എന്താ പറയുക, വെള്ളം നൽകുന്നവൻ അള്ളാഹു, എനിക്ക് വെള്ളം നൽകുന്നവൻ. അവരുടെ കുട്ടികൾ രോഗിയാവുമ്പോഴും അവർക്ക് ശിഫ നൽകുന്ന അള്ളാഹുവാണ്. എൻ്റെ കുട്ടി രോഗിയാവുമ്പോഴും ശിഫ നൽകുന്നവൻ അള്ളാഹു. ഈ ലോകം ഒരു പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു താല ഈ ലോകത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ പരീക്ഷണം എന്ന നിലയ്ക്ക് ഇവിടെ ഒരേ ഒരു പോക്കാണ്, ഇവിടെ ആലമുൽ അസ്ബാബാണ്, ഒരേ ഒരു പോക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ എൻ്റെ കുട്ടിയുടെ രോഗം മാറിയിട്ടുണ്ടാവില്ല, അയൽവാസിയായ അവിശ്വാസിയായ അല്ലെങ്കിൽ ചിലപ്പോൾ നിരീശ്വരവാദിയായ ആളുടെ കുട്ടിയുടെ രോഗം മാറിയെന്ന് വരും. അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്തിട്ട് എനിക്ക് നല്ല ജോലി കിട്ടിയില്ല എന്ന് വരും, അവന് ചിലപ്പോൾ നല്ല ജോലി കിട്ടിയില്ല. അതൊക്കെ ഇവിടെയുള്ള പൊതുവേ ഉള്ള ഇതിൽ ഒരു തീരുമാനം അള്ളാഹ്ക്കുണ്ട്, ഒരു ഹിക്മത്ത് അള്ളാഹ്ക്കുണ്ട്, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതെല്ലാവർക്കും ഒരേപോലെ കൊടുക്കും. അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ചു എന്നതുകൊണ്ടൊന്നും ഒരാൾക്കും അള്ളാഹു താല ഇവിടെ പൊതുവെ ഈ ഭൂമി ലോകത്ത് നൽകുന്ന കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, റഹ്മാൻ എന്നുള്ള സിഫത്തിന്റെ എത്തിബാർ നൽകുന്നതൊന്നും അവർക്കൊരു കുറവും വരുത്തില്ല. അവനക്ക് അപ്പോഴും ശ്വാസം നിൽക്കും. മനസ്സിലാവുണ്ടാവും. അള്ളാഹു താലാന്റെ വിശ്വാസികളെ ചുട്ടരിക്കുന്നവർ, അള്ളാഹു താലാന്റെ വിശ്വാസികളെ മുക്കിക്കൊല്ലുന്നവർ, വിശ്വസിച്ചതിന്റെ പേരിൽ, അള്ളാഹുലും അവന്റെ റസൂലും വിശ്വസിച്ചതിന്റെ പേരിൽ, ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഇവിടെ ശത്രുക്കൾ അതിന്റെ പേരിൽ അവരെ ആക്രമിക്കുമ്പോൾ, മുസ്ലിമീങ്ങൾ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസികളായ അള്ളാഹുവിന്റെ അടിമകളെ ആക്രമിക്കുമ്പോൾ, അവരെ കൊല്ലാകൊല ചെയ്യുമ്പോൾ, അവരെ പീഡിപ്പിക്കുമ്പോൾ, അവരെ നിന്ദിക്കുമ്പോൾ, അവരുടെ പെൺകുട്ടികളെ അപമാനിക്കുമ്പോൾ ഒക്കെ അപ്പോഴും അവർക്ക് ശ്വാസം നൽകുന്നു, കഴിവ് നൽകുന്നു ഒക്കെ അള്ളാഹു. ഇവിടുത്തെ ഇത് അള്ളാഹ് ഇങ്ങനെ കൊണ്ടുപോകും. അത് വിശ്വസിച്ചതിന്റെ പേരിൽ പ്രത്യേകം ഒന്നും കിട്ടാനില്ല. അത് അള്ളാഹിന്റെ ഇഷ്ടം. ചിലപ്പോൾ അള്ളാഹു തആല അത് തടയും. അത് ഹൈന്ദവൻക്കും അങ്ങനെ തന്നെയാണ്, ക്രിസ്ത്യാനിക്കും അങ്ങനെ തന്നെയാണ്, മുസ്ലിമിനും അങ്ങനെ തന്നെ. ഈ ലോകത്ത് അള്ളാഹ് ഒരേപോലെ ചെയ്യുള്ളൂ. അതാണ് ആ സിഫാത്തിന്റെ തേട്ടം. റഹ്മാൻ എന്നുള്ള സിഫത്തിന്റെ തേട്ടം അതാണ്. അപ്പൊ അള്ളാഹു അവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് അങ്ങനെ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചവനെ ഇങ്ങനെയൊക്കെ ദുഷ്ടത കാണിക്കുന്ന, ഫലസ്തീനിൽ ഈ ക്രൂരത നൽകുന്ന അവർക്ക് എന്താണ് റബ്ബേ നീ ഒന്നും കൊടുക്കാത്തത്? നീ അവരുടെ മേൽ വീണ്ടും അനുഗ്രഹം ചെയ്യാണല്ലോ. അത് ഇവിടെ അങ്ങനെയാണ്. റഹ്മാൻ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്ത ഒരേപോലെ ഗുണം ചെയ്യും. എന്നാൽ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശം ശിക്ഷിക്കും ചെയ്യും. അള്ളാഹിന്റെ ഇഷ്ടം. നിങ്ങൾ ദുആ ചെയ്യണമെന്നൊന്നുമില്ല. അത് അള്ളാഹുവിന്റെ ഇഷ്ടം. നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് അവർ ശിക്ഷിച്ചോളൊന്നുമില്ല. മനസ്സിലാവും. എന്നാൽ നിങ്ങൾ വിശ്വാസികളായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റഹീം എന്നുള്ള സിഫത്തിന്റെ എഴുത്തുപാറിൽ നിങ്ങൾക്കുള്ള സമാധാനവും സന്തോഷവും അള്ളാഹു താല പ്രത്യേക പരിഗണനയും അത് വേറെ കിട്ടും, അവൻ ഉദ്ദേശമെങ്കിൽ കിട്ടും. എന്നാൽ ആഖിറത്തിൽ നിർബന്ധമായിട്ടും അള്ളാഹു താല അങ്ങനെ അവന്റെ മേൽ നിർബന്ധമാക്കിയാൽ മതി. വിശ്വാസികളുടെ അമലുകൾക്കുള്ള പ്രതിഫലം അവിടെ അവൻ നൽകും. ആരുടെയും അമലിന്റെ അജ്ർ പ്രതിഫലം അള്ളാഹു താല പാഴാക്കുകയാണ്. മനസ്സിലാവും. നിങ്ങളുടെ അമലുകളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അള്ളാഹു താല ഒരിക്കലും പാഴാക്കുക. അത് അവിടെ തീർച്ചയായിട്ടും അവിടെയുള്ള സ്വർഗം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, അവിടെയുള്ള നരകം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് അവിടുത്തെ ഷാന് അവൻ്റെത് അങ്ങനെ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതുകൊണ്ട് ഒരു യുക്തിവാദിക്ക് ഇസ്ലാമിനെപ്പോഴും എതിര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കൊന്നും സംഭവിക്കണില്ലല്ലോ, അതങ്ങനെ സംഭവിക്കൂല. അവനക്ക് അള്ളാഹു താല ഒരു പ്രത്യേക ദിവസം അവന്റെ ഈ ജീവിതകാലം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ജീവിതകാലഘട്ടത്തിൽ അവനക്ക് സ്വാതന്ത്ര്യമാണ് ചെയ്യുന്നത്. അള്ളാഹു താല ആരും നിർബന്ധിക്കണില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമൊന്നുമില്ല, അവരുടെ പ്രവർത്തനത്തിലും നിർബന്ധമില്ല. അവൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവന് നിശ്ചയിച്ച സമയം വരെ ഇവിടെ എല്ലാവർക്കും ഉള്ള പോലെ അവന് ഈ ഇസ്ലാമിന് എതിര് പ്രവർത്തിച്ചാലും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയാലും അവന് ചെയ്യേണ്ടത് അള്ളാഹു ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ നല്ല ഹലീമാണ്, സഹനമുള്ളവനാണ്.
എന്നാൽ മൂമിന് കുറെ വിശ്വാസിയായി അല്ലെങ്കിൽ കൂടുതൽ ഈമാൻ വന്ന് അള്ളാഹുവിനോട് സ്നേഹം വർദ്ധിച്ചു എന്നതുകൊണ്ട് അവനക്ക് രോഗം വരാതിരിക്കില്ല, അവന് പരീക്ഷണം വരാതിരിക്കില്ല, അവന് ആക്സിഡന്റ് വരാതിരിക്കില്ല, മനസ്സിലാവും, അവനക്ക് പരാജയം വരാതിരിക്കില്ല. അതൊക്കെ പരീക്ഷണം എന്നുള്ള നിലക്ക് അള്ളാഹു താല ഇവിടെ അതൊക്കെ ഇവനിക്കും ഉണ്ടാവും. അതിൽ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി ക്ഷമിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ശുക്ർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി അള്ളാഹു ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് നമ്മൾ അത് ചെയ്തു പോവുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ കിട്ടും. ഈ ദുനിയാവിലോ അതിനോട് സന്തോഷവും ഇതൊക്കെ അവർക്ക് കൊടുക്കും ചെയ്യും. അത് എക്സ്ട്രാ ആണ്, അത് മറ്റവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹുബ്ബിനെ പരിഗണിക്കണം. നമ്മൾ അള്ളാഹുവിന് എന്നെ ഇഷ്ടമാണ്, അതിൽ സംശയിക്കാൻ പാടില്ല. എന്നോട് വെറുപ്പാണ് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ അതിനെ പരിഗണിക്കണം. അതെങ്ങനെ പരിഗണിക്കുക? അള്ളാഹുവിനോട് എനിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കണം അവനോട് ബന്ധപ്പെടേണ്ടത്. ഇപ്പൊ നമുക്ക് ഒരാളോട് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരാളോട് നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങില്ല. അതാണ് പരിഗണിക്കൽ. അത് അവനെ പരിഗണിക്കലാണ്. അവൻ വെറുത്ത കാര്യം ചെയ്യണമെങ്കിൽ അവന്റെ ഹുബ്ബിനെ പരിഗണിച്ചില്ല. നിങ്ങളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിലനിർത്തണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വെറുപ്പുള്ള കാര്യം നമ്മൾ ചെയ്യരുത്. ആ സ്നേഹം പോവാൻ പാടില്ല. നമ്മൾ അവരെയും സ്നേഹിക്കൽ അതിൻ്റെ ഒരു കടമയാണ്. നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾ അങ്ങോട്ട് സ്നേഹിക്കൽ കടമയപ്പെട്ടതാണിത്, അല്ലേ? അപ്പൊ ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണ്, അപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യൂല. ഇനി അഥവാ അവനക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു പോയി എങ്കിൽ തന്നെ വലിയ ഖേദം, പഠിച്ചോനെ എന്റെ സുഹൃത്ത് ഇഷ്ടമില്ലാത്തതാണ് ചെയ്ത്, അത് അവനുണ്ടാവണമെന്നില്ല. ശരിയാ സ്നേഹമാണ്, അവൻ അഭാവത്തിൽ പോലും ചെയ്യൂല. വലിയ ഖേദം ഉണ്ടാവും. മാത്രമല്ല ഇനി ചെയ്യൂല ദൃഢനിശ്ചയം ഉണ്ടാവും, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? പിന്നെ അതിനു വേണ്ടിയിട്ട് അവനോട് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് മാപ്പ് ചോദിച്ചാടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയാ മാപ്പ് ചെയ്യണം, അല്ലെ? അവൻ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ചോദിക്കേണ്ടത്? അവൻ എന്നെ വളരെ സ്നേഹിക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ മാപ്പ് ചോദിച്ചാൽ എനിക്ക് വിട്ടുവീഴ്ച തരും, മാപ്പ് തരും എന്നുള്ള വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം. എങ്കിൽ അള്ളാഹുവിനോട് അതേമാതിരി ഇരിക്കണം. അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യൂല. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മുഴുകൂല. നേരത്തെ പറഞ്ഞ ഈ ത്വാഅത്തുണ്ടല്ലോ, അനുസരണം ഉണ്ടായിരുന്നു, മനസ്സിലാവും. സ്നേഹത്തോടുകൂടി ഇത്വാഅത്ത് വേണം. അതാണ് രണ്ടാമത്തെ കടമാണ്. ഒന്നാമത്തെ കടമ ഇത്വാഅത്ത്, രണ്ടാമത്തെ കടമ സ്നേഹം ഉണ്ടാവണം. സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ അവൻ നിഷിദ്ധമാക്കിയതൊന്നും അവനക്ക് ഇന്നതാ ഇഷ്ടം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതേ ചെയ്യും. ഇനി മനുഷ്യ സഹജമാണ്, പെട്ടെന്ന് തെറ്റുപറ്റിപ്പോയി ഉടനെ ഖേദം വരും, വല്ലാത്ത ഖേദമായിരിക്കും. എനിക്ക് എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന, എനിക്കിതെല്ലാം ചെയ്തു തരുന്ന, എനിക്ക് എന്തെല്ലാം ചെയ്തു തരുന്നു പഠിച്ചോനെ, അവനല്ലാതെ വേറെ ഒന്നും ആരും എനിക്ക് ചെയ്തു തരുന്നുമില്ല, ഇതുവരെ ചെയ്ത് തന്നിട്ടുമില്ല. അങ്ങനത്തെ അല്ലാഹു അവൻ എന്നെ സ്നേഹിക്കുന്നു, അവനക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തല്ലോ എന്നുള്ള ഖേദം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഇനി ചെയ്യൂലെന്നൊരു രഹസ്യം ഉണ്ടാവും. അതിനകത്ത് തൗബ എന്ന് പറയും. മാത്രമല്ല അള്ളാഹു ഇതൊക്കെ അറിയുന്നവരുമാണെന്ന് നമുക്കറിയാം, അല്ല? അള്ളാഹുടെ വിശ്വാസം അവനെല്ലാം അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവൻ അറിഞ്ഞത് കാരണത്താൽ ഉടനെ തൗബ ചെയ്തു, പഠിച്ചോനെ ഇനി ചെയ്യൂല, പഠിച്ചോനെ ഞാൻ തെറ്റ് ചെയ്യും. സ്നേഹം പഠിക്കണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുപഠിക്കണം. അതാണ് പേരിന് ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ ഖലീല് എന്നാണ്. അള്ളാഹിനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോ പെരുന്നാളാണ് വരുന്നത്, ഹജ്ജ് പെരുന്നാളാണ് വരുന്നത്, ബലി പെരുന്നാളാണ് വരുന്നത്. പേരെന്നെ ബലി എന്നാണ്. എന്താണത്? എന്ത് ബലിയാണത്? നരബലിയല്ല. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം അള്ളാഹ് ഏറ്റവും, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചുണ്ടായ ഒരു കുഞ്ഞ്, അതും വയസ്സാം കാലത്ത് ഉണ്ടായ കുഞ്ഞ്. ആ കുഞ്ഞിനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സ്വപ്നത്തിലൂടെ അള്ളാഹിന്റെ ഭാഗത്തിൽ വഹി വന്നു, അറക്കാൻ വന്നു. അവിടെ എന്തൊരു സ്നേഹമുണ്ട് ആ കുട്ടിയോട്, അല്ലെ? എത്രയോ കാലം കഴിഞ്ഞു. പക്ഷെ ആ ഒരു അള്ളാഹിന്റെ ഭാഗത്തിൽ കൽപ്പന വന്ന ടൈമിൽ ആ സമയത്ത് എന്താ ഉണ്ടായത്? മൂപ്പര് അതില് യാതൊരു സങ്കോചമില്ല. അള്ളാഹിന്റെ ഭാഗത്ത് കൽപ്പന വന്നപ്പോ ഉടനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ്. അതാണ് ബലിയെറുക്കുക എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി ബലിയെറുക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആ സ്നേഹം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഉണ്ടാവില്ല കുട്ടികൾ, ഇത് എത്രയോ ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞാണ്, അങ്ങനെ കൊണ്ടുപോവുകയാണ്, ബലിയെറുക്കാൻ കൊണ്ടുപോയിക്കണ്ട. അത് നോക്കി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് അള്ളാഹിനോട് ഇഷ്ടപ്രകാരം എന്തെല്ലാം നമുക്ക് ത്യജിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ സമയം പോലും അള്ളാഹിനോട് നിസ്കരിക്കാൻ പോലും, നമ്മളൊക്കെ ജോലിയുടെ സമയം അല്ലെ വേറെ സമയം പോലും ത്യജിക്കാൻ നമ്മൾ തയ്യാറില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മള് ബലിപെരുന്നാൾ ആഘോഷിക്കും, നമ്മള് അതിനെ സംബന്ധിച്ച് പലരും പറയും, നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറയും. ഇത്തബിഉ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മില്ലത്തിൽ പിൻപറ്റാൻ പറയും. നമ്മൾ പിൻപറ്റുന്നതുകൊണ്ട് അവകാശപ്പെടും. നമ്മൾ എന്ത് തിരിച്ചു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അങ്ങനെയാണ്. കൊണ്ടുപോവാണ്. ആ കുട്ടിയുടെ നോക്ക്, കുട്ടിയാണ് അല്ലേ, ബാലനായിക്കുന്ന ആ സന്ദർഭത്തിൽ ബുദ്ധിമുട്ട് തൻ്റെ ഇടയ്ക്ക് വന്ന സമയമാണ്. അറുക്കാൻ വേണ്ടിയിട്ടാണ് മോനെ എന്ന് പറയുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഒരു രീതി നോക്കി. ഇസ്മായിൽ ദബീഹുല്ലാ എന്ന പേര്. എന്താ ഇസ്മായിൽ നബി അലൈഹി സ്വലാം? ഇഫ്അൽ മാ തുഅ്മർ, എന്റെ ഉപ്പയായവരെ, എന്റെ പിതാവെ, അങ്ങയോട് അള്ളാഹു എന്താ കൽപ്പിച്ച അത് നിങ്ങൾ പ്രവർത്തിക്കുക. ഇന്നി ഇൻഷാ അല്ലാഹു ബിക്കും സ്വാബിരീൻ, സതജിദുനി ഇൻഷാ അല്ലാഹു ബിക്കും സ്വാബിരീൻ. നിങ്ങൾക്ക് എന്നെ ഇൻഷാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമിക്കുന്നവരിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. കണ്ടോ, പക്വതും തൻ്റെയോടുള്ള ടീനേജ് ഉള്ള ഒരു കുട്ടി, ടീനേജിനെ ആയിക്കണോന്ന് അറിയില്ല, അത് ടീനേജ് പറയാം. ആ കുട്ടിയുടെ പക്വത നോക്കി, അള്ളാഹുവിലുള്ള വിശ്വാസം നോക്കി. ഒരു പ്രവാചകന്റെ സഹവാസത്തിൽ നിന്ന് ഈമാൻ എടുത്തവരാണ് അവർ. അള്ളാഹിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ബലിയാവാൻ തയ്യാറാണ്, അള്ളാഹിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്. അവിടെ അത് അള്ളാഹിന് വേണ്ടി സ്വന്തത്തെ ബലിയർപ്പിക്കുക, സ്വന്തത്തെ ത്യജിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിന് വേണ്ടി ത്യജിക്കാൻ അവർ തയ്യാറ്. ഇതൊക്കെ നമുക്ക് പറയാൻ സുഖമാണ്. അള്ളാഹു അതിന്റെ ഒരു ശകലം ഈമാനെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹു തല ഇറക്കി തരട്ടെ. ആ ത്യാഗം, ഹുബ്ബ്, അള്ളാഹിനോടുള്ള ഹുബ്ബ്, വാപ്പാക്കും ഹുബ്ബന്നെ, മകനക്കും ഹുബ്ബന്നെ, ഇനി ഉമ്മക്കാണെങ്കിലോ അതും ഹുബ്ബന്നെ അല്ലെ. അത് കഴിഞ്ഞു, അതിൽ എന്ത് ചെയ്ത് അള്ളാഹു താല പരീക്ഷണത്തിൽ, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. പിന്നീട് കുറെ കാലം കഴിഞ്ഞു, എന്താ പറയാ, അത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. ഇതാ തുടക്കത്തിലുണ്ടായത് എന്താ? കുട്ടി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ്, അള്ളാഹിന്റെ കൽപ്പന വേണം. ഹാജറ ബീവിയെയും മകനെയും കുറേ ദൂരെയുള്ള, ഡമസ്കസിൽ നിന്ന് എത്രയോ ദൂരാണ് എന്ത് മക്കയുള്ളത്. അവിടെ അന്ന് മക്കയൊന്നും അന്നൊന്നും എന്തില്ല, കാബ ഷരീഫ് അന്ന് ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതായി പോയിരുന്നു തോന്നുന്നു. അങ്ങനെ അവിടെ പോയിങ്ങാണ്ട് ആരുമില്ല, ഒരു പച്ച പിടിച്ച ഒരു പുല്ല് പോലും കാണൂല, വെള്ളം ഇല്ലാത്ത സ്ഥലം. അവിടെയാണ് അള്ളാഹിന്റെ കൽപ്പന, അവിടെ ഒഴിവാക്കിയിട്ട് പോകാനാ പറയുന്നത്. ഈ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോഴും ഇത് എന്താവും, ആരുമില്ലാത്ത സ്ഥലമാണ്, ഒരു സ്ത്രീയല്ലേ, ചിന്തിച്ചോക്കി, ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീയല്ലേ, അവനെ ഒറ്റക്കാക്കി പോണ്ടേ, എന്തൊരു ചെറിയ കുഞ്ഞല്ലേ, എത്രയോ ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞാണ്. ഇതിനെല്ലാം ഇവിടെ ഒറ്റക്ക്, ഇതിനെ തള്ളനെയും വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്കിട്ട് പോകാൻ പറയണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനെ കൽപ്പന തന്നു, പിന്നെ അവിടെ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. കാരണം എന്താ, എന്നെയും അവരെയും സൃഷ്ടിച്ച സൃഷ്ടാവാണ് പറയുന്നത്. അത് അള്ളാഹ് നോക്കിക്കോളൂ, അള്ളാഹിന്റെ ഇഷ്ടം. എന്നെക്കാൾ കൂടുതൽ ബന്ധം അവരോടാണ്. ഇന്ന് കുട്ടികളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാല് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആകെ കൂടി ഉണ്ടായ മോനാണ് ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ട് എപ്പോഴും കൂടെ മോനുണ്ടാവുക. ഒരു അസുഖം വന്നു, മോൻ മരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിഷമം എല്ലാവർക്കും ഉണ്ടാവട്ടെ, അത് മനുഷ്യ സഹജമാണ്. കുട്ടിയെയുള്ള ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടിയുടെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിഷമം വരികയാണ് കുട്ടി ആലോചിക്കുമ്പോൾ. കുട്ടിക്ക് ഇനി എന്തായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും. കുട്ടിയുടെ കാരഴിച്ചു, ഈ തള്ളെന്തയാണ്, ഈ ഉമ്മ എന്താണ്, വിഷമിക്കാണ്. ഉസ്താദെ എന്താ ഞാൻ ചെയ്യേണ്ട, മനസ്സിനത് പോണി. ശരിയാണ്, ഒരു സ്നേഹമുള്ള മാതാവിന് അങ്ങനെ തന്നെ. ആകെ ഒരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടി മരണം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. വിഷമം ഉണ്ടാവും. പക്ഷെ ഈമാന് നമ്മൾ വർദ്ധിപ്പിക്കണം. ഇവിടെ നോക്കി, അള്ളാഹിന്റെ കൽപ്പന വന്നപ്പോൾ അവിടെ ഇവിടെ വിഷയമില്ല. അവിടെ എന്താ, കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയമില്ല. മാത്രമല്ല ഇവരുടെ കാര്യങ്ങൾ അള്ളാഹ് നോക്കിക്കോളൂ. അപ്പൊ അള്ളാഹ് ഏൽപ്പിക്കാം, തവക്കൽതു അലല്ലാഹ്, അള്ളാഹിനെ ധൈര്യമായിട്ട് ഏൽപ്പിക്കുകയാണ്. ഇനി അള്ളാഹ് നോക്കിക്കോളും, എനിക്ക് വിഷമിക്കേണ്ടി. മരണപ്പെട്ട കുഞ്ഞിനെ പറ്റിയിട്ട് ഈ പെൺകുട്ടി എന്താ കരുതേണ്ടത്, എന്റെ കുഞ്ഞിന് അവിടെ ആഖിറത്തില്, പരലോകത്ത്, അല്ലെ ഖബറില് അള്ളാഹ് നോക്കിക്കോളും. എന്റെ അള്ളാഹ് എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു, എന്നെക്കാൾ കൂടുതൽ ബന്ധം അള്ളാഹ്ക്കാണ്. അള്ളാഹാണ് അവനെ പടച്ചത്, അവനെ സൃഷ്ടിച്ചത്, ഞാനല്ല. എന്നെ അള്ളാഹു അമാനത്തായി സൂക്ഷ്മതലായി എന്നെ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താൽക്കാലികമായിട്ട് അവനെ ഉദ്ദേശിച്ചപ്പോൾ സമയത്ത് അവൻ എന്നിൽ നിന്നും ആ കുഞ്ഞിനെ എടുത്തു. ഇനി അവന്റെ അടുത്താണ് സന്തോഷമായി. ഇനി അള്ളാഹ് കൃത്യം നിന്റെ അടുത്താവുമ്പോഴാണ് പ്രശ്നം. അള്ളാഹിന്റെ അടുക്കൽ കൃത്യമായിട്ട് തോന്നി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിട്ടു പോകാൻ നേരത്ത് ഹാജറ ബീവി പറഞ്ഞ വർത്താനം എന്താ ചിന്തിച്ചു നോക്കണോ?
ഒരു ഉമ്മ കുഞ്ഞിനെ ഉമ്മാനെ ആക്കിയിട്ട് ഭർത്താവ് പോകുമ്പോ എന്താ പറയാ? ഇത് നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിനാണോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണോ? ആ അള്ളാഹു താലാന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ. അപ്പൊ അവരെന്താ പറഞ്ഞു? അള്ളാഹിനെ തൊട്ടുള്ള കൽപ്പന പ്രകാരമാണ് നിങ്ങൾ പൊക്കോളി എന്ന് പറഞ്ഞു. കണ്ട അവരുടെ വിശ്വാസം നോക്കി. നിങ്ങൾ ആരുമില്ലല്ലോ, ഭർത്താവ് ഞാൻ ഒരു പെണ്ണല്ലേ എന്നൊന്നും പറഞ്ഞില്ല. കാരണം അവർക്കുള്ള വിശ്വാസം ഒരു നബിയുടെ സഹവാസത്തിൽ നിന്ന് വന്നവരാണ്. അവർക്കുള്ള വിശ്വാസം എനിക്ക് ഇന്റെ അള്ളാഹ് ഉണ്ട്, ഇന്റെ അള്ളാഹു എനിക്കുണ്ട്, എനിക്ക് അള്ളാഹു ഉണ്ട്. താൻ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യ, തൻ്റെ ഇണ, എത്ര സ്നേഹം ഉണ്ടാവും നമുക്ക് നമ്മുടെ ഭാര്യമാരോട്. അള്ളാഹിന്റെ മാർഗം വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭാര്യയെ അവിടെ ഉപേക്ഷിക്കാൻ ഇബ്രാഹിം നബിക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. കാരണം അള്ളാഹ്ക്ക് വേണ്ടി ഒരു ത്യജിക്കണം. ഭർത്താവ് ദൂരെ പോവുകയാണ്, ഇനി എപ്പോഴാ വരെയെന്ന് അറിയില്ല. ഭർത്താവ് തന്നിൽ നിന്ന് പോകുന്നൊരു വിഷമം പോലും ഉണ്ടായില്ല. കാരണം അള്ളാഹുവിന് വേണ്ടിയിട്ട്. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാ ശരി, വിഷയമല്ല. കണ്ടോ, അതാണ് ആ സ്ത്രീയുടെ ഒരു ഇത് നോക്കി. ഹാജറ ബീവി റളിയല്ലാഹു തആല അവരുടെ അവസ്ഥ നോക്കി. എന്തൊരു ഈമാനാണ്. ഒരു സ്ത്രീ ഒറ്റക്കാണ്. കുഞ്ഞിന് എന്താ ഉള്ളത്? സ്ത്രീയുടെ കാര്യം പോലും, എന്റെ കുട്ടിയുടെ കാര്യം എന്താണെന്നുള്ള അതുപോലും വിഷമില്ല. കാരണം അള്ളാഹാണ് പറഞ്ഞത്, എന്റെ ഭർത്താവിലേക്ക് പരിപൂർണ്ണ വിശ്വാസമാണ്, എന്റെ ഭർത്താവ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അവർ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ടാണ് പോണത്. പിന്നെ ഈ കുട്ടിയുടെ റബ്ബ് അള്ളാഹുവാണ്, എന്റെ റബ്ബ് അള്ളാഹു, ഞങ്ങൾക്ക് അതൊരു പരിഹാരം കാണിച്ചു. എന്തൊരു സമാധാനമാണ്. എന്നിട്ടോ പാത്ത് കുത്തിരിക്കല്ല ചെയ്തത്. ദാഹം വന്നു, കുട്ടിക്ക് ദാഹിച്ചു, അല്ലാതെ കരയിൽ തുടങ്ങിയപ്പോൾ ഈ ലോകത്ത് അള്ളാഹു താല വെച്ച ആ അസ്ബാബുകള്, ഈ ലോകത്ത് അള്ളാഹു താല വെച്ച നിബന്ധനകള് അത് അവിടെ പാലിച്ചു. ഓടാൻ തുടങ്ങി. വെള്ളമില്ല, ഇങ്ങനെ ഓടും അങ്ങോട്ട്. അക്കരെ പച്ചക്കണ്ടിയുടെ വെള്ളം ഉണ്ട് തോന്നിയിട്ട് ഇങ്ങോട്ട് ഓടും. ഓടുന്നതിനൊരു കുഴപ്പമില്ല, അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അവസാനം കുഞ്ഞിന്റെ കാലിന്റെ അടിയിൽ നിന്ന് തന്നെ വെള്ളം വരാൻ തുടങ്ങി. സംസം നിൽക്കുക, മതി മതി, ഇനി നിന്നോളി എന്നുള്ള നിലക്കുള്ള സംസം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ വെള്ളം. അല്ലെങ്കിൽ ഇന്നും പുഴ പോലെ ഒഴുകുന്നുണ്ടാവുന്നു. അവിടെ നിന്നുകൊണ്ട് നമുക്ക് കിണർ പോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഹുബ്ബ്, അള്ളാഹുവിന്റെ ഹുബ്ബിനെ പരിഗണിച്ചവരായിരുന്നു. അള്ളാഹുവിന്റെ ഹുബ്ബിനെ പരിഗണിച്ചവരായിരുന്നു അവരെല്ലാവരും 3 പേരും അള്ളാഹുവിന്റെ ഹുബ്ബിനെ പരിഗണിച്ചവരായിരുന്നു. അതാണ് ഈ ഹജ്ജ് മാസത്തിൽ നമുക്കുള്ള സന്ദേശം. അള്ളാഹുവിന്റെ ഹുബ്ബിനെ പരിഗണിക്കുക. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള അവർക്ക് അള്ളാഹുവിനും അവന്റെ റസൂലിനും നമ്മളോടുള്ള ഹുബ്ബിനെ നമ്മൾ പരിഗണിക്കണം. അപ്പൊ നമുക്ക് അള്ളാഹു ഹുബ്ബ് തരും. നമുക്ക് അവരോടുള്ള ഹുബ്ബ്, പലർക്കും റസൂലിന്റെ ഹുബ്ബ് ഉണ്ടാവണം, അള്ളാഹിനോട് ഇഷ്ക് ഉണ്ടാവണം, റസൂലിനോട് ഇഷ്ക് ഉണ്ടാവണം. അതിന് അള്ളാഹു ഇന്നെ സ്നേഹിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണയാണ്. ഞാൻ പാപിയാണ്, അള്ള എന്നെ വെറുക്കണയായി. എന്റെ പാപം കൊണ്ട് അള്ള വെറുക്കൂല. പാപങ്ങളെ കൊണ്ട് വെറുക്കണമെങ്കിൽ എത്രയോ ആളുകൾ വെറുത്തു പോകേണ്ടിയിരുന്നു. മലക്കുകളെ മാത്രമേ സ്നേഹിക്കുള്ളൂ, അമ്പിയാ മുർസലീങ്ങൾ, മലക്കുകൾ, വേറെ ആരും സ്നേഹിക്കും. പാപങ്ങളെ കൊണ്ട് വെറുക്കൂല അല്ലാഹു. പാപികളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ തൗബ ചെയ്തു കൂടുതൽ തൗബ ചെയ്യുന്നവരെയാണ്. അതാണ്. അപ്പൊ ആ പാപികളിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലായില്ലേ? കൂടുതൽ തൗബ ചെയ്യുന്നവരാണ്. അള്ളാഹു താല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ അവന്റെ സൃഷ്ടിയാണ്. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള നിലക്ക് നിങ്ങൾ അള്ളാഹുവിനെ പരിഗണിക്കണം. അള്ളാഹുവിനെ കഴിഞ്ഞ പരമാവധി അനുസരിച്ച്. തെറ്റ് വന്ന ഉടനെ നേരത്തെ പറഞ്ഞതുപോലെ ഹുബ്ബിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. അങ്ങനെ ഓക്കെ, അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇതാണ് അള്ളാഹിനോട് ചെയ്യേണ്ടത്. ഇത് ഞാൻ വളരെ കുറഞ്ഞ രീതിയിൽ പറഞ്ഞതാണ്. ഇത് വളരെ വിശദീകരിക്കാൻ പറ്റും. ഹുബ്ബിനോട് ബന്ധപ്പെട്ട മാറ്ററായിട്ട് വളരെയധികം വിശദീകരിക്കാം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ പരസ്പരമുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മതി. ഒരാളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അധികരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നമ്മൾ പരിഗണിക്കും. അപ്പൊ അള്ളാഹിനോട് നമ്മൾ എത്ര പരിഗണിക്കണം? അള്ളാഹ് നമ്മൾ എങ്ങോട്ട് സ്നേഹിക്കണം? കൂടുതൽ നമ്മൾ പരിഗണിക്കണ്ടേ? അള്ളാഹിന്റെ സ്നേഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾക്കൊരു വില കാണണ്ടേ? അതിനനുസരിച്ചിട്ടായിരിക്കേണ്ട എന്റെ പ്രവർത്തനം. അങ്ങനെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അള്ളാഹ് നമ്മൾ ഇങ്ങോട്ടും പരിഗണിക്കും. ഈ ലോകത്തും മരണപ്പെടുന്ന സന്ദർഭത്തിലും ഖബറിലും നാളെ പരലോകം. ഇവിടെയും അള്ളാഹു തആല നിങ്ങളെ അള്ളാഹിന്റെ സ്നേഹത്തെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് ഇവിടെ നിങ്ങൾക്ക് അഭിമാനം നൽകും. ബലാഹുകൾ നിങ്ങളെ തൊട്ടിട്ട് അള്ളാഹു തട്ടി മാറ്റും. ഏതെങ്കിലും ബലാഹുകൾ ഈ ലോകത്ത് ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ടാവും അവിടെ ബലാഹ് ഇറക്കുക. മനസ്സിലായി? അത്രക്കും അള്ളാഹ് നിങ്ങളെ പരിഗണിക്കും, നിങ്ങൾ അള്ളാഹു സംരക്ഷിക്കും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഹുബ്ബിനെ പരിഗണിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അള്ളാഹു താലാന്റെ നന്മ തിന്മകളെ എന്ത് ചെയ്യുക. അതായത് അവൻ കൽപ്പിച്ച കാര്യങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശിക്കുക, നമ്മൾ സ്വയം പ്രവർത്തിക്കുക, മറ്റുള്ളവർ ഉപദേശിക്കുക. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക, മറ്റുള്ളവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും.
ഉദാഹരണം, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആള്, നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവും. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാള് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ പറയും, അദ്ദേഹത്തിന് മുന്നിലെ ചെയ്യരുതിട്ട, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ മറ്റുള്ള എന്ന് പറഞ്ഞു. അള്ളാഹു എപ്പോഴും ഹാദിറാണ്. അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ. അള്ളാഹു എപ്പോഴും എല്ലായിടത്തും ഉള്ളവൻ തന്നെയാണ്. അവന്റെ സാന്നിധ്യം അവൻ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വിരോധിക്കണം, അത് ഉപദേശിക്കണം, ഉപദേശിക്കാതിരിക്കരുത്. അത് ഉപദേശം സിദ്ധിക്കല്, അത് അനുസരിക്കല് അവരിഷ്ടം. പക്ഷെ നമ്മളെ കടമ നമ്മൾ നിർവഹിക്കും. പിന്നെ എന്താണ്? സൃഷ്ടികളോടുള്ള കടമകളാണ്. സൃഷ്ടികളോടുള്ള കടമ 6 എണ്ണമാണ്. അതെല്ലാവർക്കും അറിയണ കാര്യം, അതോട് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് പോവുക. 6 കാര്യങ്ങളാണ് സൃഷ്ടികളോട് നമ്മൾ ചെയ്യേണ്ടത്. അത് ആര് പറഞ്ഞെന്നാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നതാണ്. എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ മേലെയുള്ള കടമ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. മനസ്സിലാവുണ്ടോ? എന്താണ്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി വഇദാ ദഅാക ഫഅജിബ്ഹു വഇദാ സ്തൻസഹക ഫൻസഹ് ലഹു വഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിതുഹു വഇദാ മരിദ ഫഉദ്ഹു വഇദാ മാത ഫത്തബിഉ. എന്താ പറഞ്ഞത്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. അവനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ മേൽ സലാം പറയണം. അവൻ മുസ്ലിം ആണോ? സലാം പറയണം, അസ്സലാമു അലൈക്കും. അങ്ങനെയാണ്. അത് സംഘടന നോക്കിയിട്ട് സലാം പറയാ. ഇനി ഒരാളിങ്ങോട്ട് സലാം പറഞ്ഞാൽ നമ്മൾ മടക്കൽ നിർബന്ധം. അപ്പോഴും സംഘടന നോക്കി മടക്കുക. ഒരാൾ സലാം പറഞ്ഞു നമ്മൾ മടക്കാതെ പോയി, ഓന് മറ്റേ സംഘടനപ്പെട്ടാണ്. ഇല്ല, മുസ്ലിം ആണോ? സലാം മടക്കുക. മനസ്സിലാവുന്ന വിദ്യാർത്ഥിയാണ്, പക്ഷെ അവനോട് സലാം മടക്കാതിരുന്നാൽ അവൻ നേരാവും എങ്കിൽ സലാം മടക്കരുത്. പക്ഷെ അവനോട് സലാം മടക്കാതിരുന്നാൽ അവൻ കൂടുതൽ മടക്കാവുമെങ്കിൽ, വിദ്യാർത്ഥി പോവെങ്കിൽ അവനോട് സലാം പറയലാണ് നല്ലത്. അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ച് മഹാന്മാർ പറഞ്ഞത്. അസ്സലാമു അലൈക്കും എന്നൊരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ അദബ് ശരിക്കും എന്താണ്? സലാം മടക്കുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് ഒന്നുകൂടി കൂടുതലായി മടക്കലാണ്. ഇനി സലാം പറയണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി കൂട്ടിട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടി മടക്കലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇനി ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്രമാത്രം പറഞ്ഞാൽ മതി. വജന്നതു വമഗ്ഫിറതു ഇത് അതൊന്നും വേണ്ട. മനസ്സിലാവണ്ട. കൂടുതൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഹദീസിലോ മറ്റോ കണ്ടിട്ടില്ല. അല്ലാഹു ആലം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ അറിവിലില്ല. അപ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്ര മതി. അപ്പൊ കണ്ട സലാം പറയണം. സലാം പറഞ്ഞ് നമ്മൾ മടക്കും വേണം. പിന്നെ എന്താ അടുത്ത കടമ? വഇദാ ദഅാക ഫഅജിബ്ഹു. ഇനി അവൻ നിങ്ങളെ കല്യാണത്തിന് വിരുന്ന് അല്ലെ എന്തോ കാര്യത്തിന് നിങ്ങൾ ക്ഷണിച്ചു, വീട്ടിലേക്ക് ക്ഷണിച്ചു അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു, ഫഅജിബ്ഹു, അതേ ക്ഷണം സ്വീകരിക്കണം. അതായത് ഒരാൾ നമ്മളെ ക്ഷണിക്കുമ്പോൾ ഞാൻ വരില്ല, എനിക്ക് പറ്റില്ല, വേറെ ആളെ നോക്കിക്കോ, അങ്ങനെ പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വരാം എന്ന് പറയും. ഇനി അഥവാ വല്ല മുടക്കും നമുക്ക് ആ ദിവസത്തിൽ ഉണ്ടെങ്കിൽ പറയണം, ഞാൻ വരാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, അത് ഇല്ലാതാവാണെങ്കിൽ ഞാൻ വരട്ടാ, ഞാൻ പരിശ്രമിക്കട്ടോ, അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. നമ്മൾ ഒരാളെ ക്ഷണം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മൾ ക്ഷണിച്ചു, നമ്മൾ വരാന്ന് പറയും, പക്ഷെ അന്ന് എന്തെങ്കിലും കാര്യത്തിൽ വരാൻ പറ്റിയില്ല, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, കാരണം എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ ക്ഷണം സ്വീകരിച്ചു, ആ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കണം, പ്രവർത്തിക്കുകയും വേണം. പക്ഷെ നമ്മൾ പ്രവർത്തിക്കാൻ എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റിയില്ലെങ്കിലും ക്ഷണം സ്വീകരിച്ചവരിൽ പെടും. കാരണം നമ്മളപ്പോ വരാന്ന് പറയാലോ, ഇൻഷാ അല്ലാഹ് പറഞ്ഞല്ലോ, അപ്പൊ ക്ഷണം സ്വീകരിച്ചതിൽ പെടും. ഇനി നമുക്ക് ഒരു കാരണമല്ല, മടി പിടിച്ചിട്ട് നമ്മൾ അവന്റെ ക്ഷണം അവൻ ക്ഷണിച്ചിട്ട് നമ്മൾ പോയില്ല, അത് തെറ്റാണ്. അങ്ങനെ കേട്ടാ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഒരാള് ഒരു വിശ്വാസിയായ മനുഷ്യൻ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷണം സ്വീകരിക്കും. ഇവിടെ ഇതിപ്പോ ഒരു വിശ്വാസിയോട് മാത്രമല്ല, എല്ലാ പടപ്പുകളോടും ചെയ്യേണ്ടതാണ്. പക്ഷെ ചില കാര്യങ്ങൾ പടപ്പുകളോട് എല്ലാ സൃഷ്ടികളോടും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്യത് ഇങ്ങനെ ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല്. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഒരു മുസ്ലിമിനോടുള്ള കടപ്പാട് എന്ന് പറയാൻ കാരണം ഇത് എല്ലാം അന്യമതസ്ഥർക്ക് ഉള്ളതല്ല, അതിനോട് ബന്ധപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, ഹദീസിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ അന്യമതസ്ഥരോട് നമ്മളിപ്പോ സലാം പറയണമെങ്കിൽ അസ്സലാമു അലൈക്കും എന്നുള്ള അഭിസംബോധന അല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറിച്ച് എന്താണ്? അത് അവർക്ക് ചോദിച്ച അഭിസംബോധന അതിന് ചെയ്യേണ്ടത്. അവർക്ക് ചോദിച്ചതായുള്ള അഭിസംബോധന ഗുഡ് മോർണിംഗ് എന്നോ
അല്ലെങ്കിൽ എന്താ പറയുക ഈ ഓരോ നാട്ടിന്റെ ഉർഫ് അനുസരിച്ചിട്ട് പതിവനുസരിച്ച് എന്നുള്ള അത് ചെയ്യാം. അന്യ മതസ്ഥരോട് അവർ അവഗണിക്കുന്നല്ല, അവരോടും മുഖപ്രസന്നതയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരോട് പെരുമാറേണ്ടത്. അവർക്ക് അഭിവാദ്യം ചെയ്യണം, പക്ഷെ ഇതല്ല, അത് വ്യത്യാസം മനസ്സിലാവണ്ട. അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് വേറെ വേറെ പല പ്രാർത്ഥനകളും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടും ഈ ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവണ്ട. നിനക്ക് ഈ നിങ്ങളെ കുട്ടികൾക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, ഇവിടെ ഐശ്വര്യം ഉണ്ടാവട്ടെ, അങ്ങനെയൊക്കെ പറയാം, അനുഗ്രഹം ഉണ്ടാവട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, അതൊക്കെ പറയാം, അതിലൊന്നും കുഴപ്പമില്ല. ഇവിടെ താമസിക്കുന്ന കാലം അവർക്ക് ഇവിടെയുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് മുസ്ലിമിനാണ് സലാം പറയാൻ പാടുള്ളൂ. ഇനി നിന്നോട് അവൻ ഉപദേശം തേടിയാൽ നീ അവനെ ഉപദേശിക്കും. നമ്മളോട് വന്ന് പറയാണ് ഒരാള്, ഒരു മുസ്ലിം സുഹൃത്ത് വന്ന് പറയാം, ഒരു ഉപദേശം എനിക്ക് വേണ്ടി ഇന്നാലിന്റെ വിഷയത്തിൽ ഒന്ന് ഉപദേശിക്കണം എന്നെ, അല്ലെ എന്നെ ഒന്ന് ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉപദേശം കൊടുക്കണം. അതോ കടമയാണ്. അത് ഞാൻ വിവരമില്ലാത്ത ആളാണ്, അത് മറ്റേ എന്താ പറയാ, അത് ഇന്നാലിന്റെ പണ്ഡിതനോട് പോയി ചോദിച്ചു നോക്കി, അങ്ങനെ പറയരുത്. ഉപദേശിക്കാനല്ല പറഞ്ഞത്. അപ്പൊ ഇതൊരു മുസ്ലിമിന്റെ കടമാണെന്ന് പറയാം, പണ്ഡിതന്റെ കടമാണെന്നല്ല, മുസ്ലിമിന്റെ കടമ. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന നല്ലൊരു ഉപദേശം അവർക്ക് കൊടുക്കാം. ഇനി അവൻ ഇന്നാലിന്റെ വിഷയത്തിൽ നിങ്ങൾ ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിവില്ലെങ്കിൽ, അറിവില്ലാത്തതിൽ തട്ടിവിടാൻ പാടില്ല. അറിവില്ലെങ്കിലും ഉപദേശിക്കണം. എങ്ങനെ ഉപദേശിക്കണം? ഇന്നാൾ എന്നെക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ അറിവുള്ള ആളാണ്, അദ്ദേഹത്തിനോട് നിങ്ങളൊന്ന് പോയി ചോദിച്ചാൽ ഒന്നുകൂടി ഉഷാറാവും. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഇതിന്റെ വിവരം നിങ്ങൾക്ക് ലഭിക്കും, ഇതിനൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് ഉപദേശം തന്നെയാണ്. അല്ലാതെ അറിവില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളമാര് പറഞ്ഞു കൊടുക്കണം എന്നല്ല അതിന്റെ ഉദ്ദേശം. ഓക്കെ, അതാണ് രണ്ടാമത്തത്. ഇനി അവൻ തുമ്മി, അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു, അല്ലെ? തുമ്മോലോ, അങ്ങനെ തുമ്മിയിട്ട് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ ഫശമ്മിതുഹു, അവന് വേണ്ടി, അവന്റെ ബർക്കത്തിനും ഖൈറിനും വേണ്ടി അവനിക്ക് ദുആ ചെയ്യണം. ഫശമ്മിതുഹു, അവൻ അതിന് ജവാബ്, അതിന് ദുആ ചെയ്യണം. അതെങ്ങനെ? യർഹമുക്കുമുല്ലാഹ്, അല്ലെ യർഹമുക്കല്ലാഹ്, അല്ലാഹു തആല നിന്റെ മേൽ റഹ്മ ചെയ്യട്ടെ എന്ന്. അതല്ലെങ്കിൽ ഖൈറിനും ബർക്കത്തിനും വേണ്ടി അവന് അള്ളാഹു എനിക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്യണം. ഇനി അവൻ രോഗിയായിട്ടുണ്ടെങ്കിൽ അവനെ സന്ദർശിക്കണം. രോഗിയായാൽ അവനോട് നമ്മൾ ചെയ്യേണ്ട കടമ എന്താണ്? ഒരു മുസ്ലിം രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ അവനെ സന്ദർശിക്കണം, അത് നമ്മുടെ കടമയാണ്. അപ്പൊ ഒരു അവിശ്വാസിയാണെങ്കിലും രോഗിയാൽ സന്ദർശിക്കുക എന്നുള്ളത് അവിശ്വാസിക്ക് പറ്റും. മറ്റതിപ്പോ അവിശ്വാസി അൽഹംദുലില്ലാ എന്നൊന്നും പറയില്ലല്ലോ, മനസ്സിലാവുന്നുണ്ട്? അതാ പറയണത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ടുപേർക്കും കൂടിയുള്ളതായത്, മുസ്ലിമിന് മാത്രമുള്ള കാര്യങ്ങളായാണ് മുസ്ലിമിന് എന്ന് പ്രത്യേകം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒയ്താ മരിയുള്ള ബാക്കിയുള്ളത് മറ്റുള്ള അമുസ്ലിമുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലുള്ള കടമകളൊക്കെ അവർക്കും ചെയ്യണം, മനസ്സിലായ? ഒയ്താ മരിയുള്ള ഫഖുദുഹു, അവൻ രോഗിയാൽ അവനെ സന്ദർശിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അവന് പ്രയാസമാവുന്നതിൽ കൂടുതൽ നേരം എന്ത് ചെയ്യരുത്, രോഗിയുടെ അടുക്കൽ ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്റെ ശബ്ദം പോലെ ശബ്ദത്തിൽ സംസാരിക്കരുത് രോഗിയുടെ മുന്നിൽ നിന്ന്. അവന് പ്രയാസമാവുന്ന വിധത്തിൽ സംസാരിക്കരുത്, ശബ്ദം കുറച്ച് സംസാരിക്കും. അവന് ശബ്ദത്തിൽ സംസാരിക്കുക കേൾക്കുമെങ്കിൽ അവനത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ സംസാരിക്കും. അതുപോലെ രോഗിക്ക് ഇഷ്ടം നമ്മളവിടെ കുറെ നേരം നിൽക്കലാണെങ്കിൽ ആ രോഗിയുടെ അടുക്കൽ നമ്മൾ കുറച്ചു നേരം ഇരിക്കാം. അതാണ് പൊതുവെ രോഗികളുടെ അടുക്കൽ എന്ത് ചെയ്യരുത്, കൂടുതൽ നേരം ഇരിക്കാൻ പാടില്ല. സന്ദർശിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്നിട്ട് പോകും. ഇൻഷാ അല്ലാഹ്. മുത്തുനബി രോഗികളെ സന്ദർശിക്കുമ്പോൾ അങ്ങനെ ദുആയിരിക്കുമായിരുന്നു. ലാ ബഅസ, കുഴപ്പമൊന്നുമില്ല. തുഹൂർ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എല്ലാം ഉഷാറാവും, ഷിഫയാവും എന്നുള്ളതിനെ കൂടി ദുആയാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ദുആ ചെയ്യാം കേട്ടാ. അവനക്ക് ഇഷ്ടം ഒരു നല്ലപോലെ ഒരു ഫാത്തിഹ ഓതി മന്ത്രിക്കുമല്ലോ, അല്ലെങ്കിൽ മന്ത്രിച്ചു തരാ, അവനക്ക് ഇഷ്ടമെങ്കിൽ മന്ത്രിച്ചു കൊടുത്തോളി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ വന്നുള്ള മന്ത്രം മന്ത്രിച്ചോളി. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അല്ലാ യുഗാദിറു സഖമൻ വലാ അലമ, ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി മന്ത്രിക്കും കേട്ടാ. വഇദാ മാത ഫത്തബിഉഹു, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജനാസയെ പിൻപറ്റണം. ഫത്തബിഉഹു എന്ന് പറഞ്ഞാൽ അവനെ അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ ജനാസയെ അനുഗമിക്കണം. ഇവിടെ മനസ്സിലാക്കാണത് ജനാസയെ അവന്റെ മുഖം കാണൽ സുന്നത്തില്ല. ഒരു ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മയ്യത്ത് കാണുക എന്നുള്ള ചടങ്ങുണ്ടല്ലോ. മയ്യത്ത് കാണാൻ പോയിട്ട് കയറിയിട്ട് ഇങ്ങനെ കണ്ടിട്ട് വരിക, മയ്യത്തിനെ കാണും.
അങ്ങനെ സുന്നത്തില്ല. കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് സുന്നത്തൊന്നല്ല. മനസ്സിലാവുന്ന. അപ്പൊ ചില ആളുകളൊക്കെ ജനാസ അനുഗമിക്കൂല, മയ്യിത്ത് നിസ്കരിക്കൂല, മറിച്ച് വേഗം പോയിട്ട് എന്താ ആചാരം നിർവഹിക്കണ പോലെ, ഒരു കടമ നിർവഹിക്കുന്നത് പോലെ പോയിട്ട് മയ്യിത്ത് കണ്ടുവരും. ഇന്ന് രാത്രി മരിച്ചാണെങ്കിൽ രാത്രി പോയിട്ട് മയ്യിത്ത് കണ്ടുവരും, രാവിലെ ജനാസ സംസ്കാരത്തിന് പങ്കെടുക്കില്ല. ചിലവർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കാത്തവരുടെ ജോലിയും കാര്യമൊക്കെ സാധിക്കാത്തവരുണ്ടായിരിക്കാം. പക്ഷെ സാധിക്കുന്നവർ എന്ത് ചെയ്യണം? സുന്നത്ത് എന്താണ്? കടമയാണ് എന്ത്? അവളുടെ ജനാസയെ നമ്മൾ അനുഗമിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ കുറച്ചാൾ നടക്കൽ ഉത്തമമാണ്. അപ്പൊ ജനാസയെ അനുഗമിക്കണം, ജനാസയുടെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കണം, എന്നിട്ട് മയ്യിത്ത് നിസ്കരിക്കണം. ഇതൊക്കെ നമുക്ക് ഫറള് കിഫായയാണ് മയ്യിത്ത് നിസ്കാരം കേട്ടോ. അപ്പോൾ മയ്യിത്ത് നിസ്കരിക്കണം, അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം. ഈ കടമകളൊന്നും നമ്മൾ ചെയ്യാതെ, ഇങ്ങനെ മുസ്ലിമീങ്ങളോടുള്ള കടമകളൊന്നും നമ്മൾ ചെയ്യാതെ നമ്മളെ സ്വാർത്ഥരായി നമ്മൾ നിസ്കരിക്കുക, നോമ്പൊക്കെ, നമ്മളെ കാര്യങ്ങൾ ചെയ്യുക, ഖുർആനോത്, നമ്മളെ ഭാര്യ മക്കള് ജോലി സ്ഥലം, വീട്, ഇങ്ങനെ അത് ശരിയല്ല. നമ്മൾ ഈ കടമകളും കടപ്പാടുകളൊക്കെ നമ്മൾ നിർവഹിച്ച്, ഇനി അമുസ്ലിമീങ്ങളാണെങ്കിലും അന്യമതസ്ഥരാണെങ്കിലും അവരോട് ചെയ്യേണ്ട കടപ്പാടുകളും അയൽവാസി മര്യാദകളും മറ്റേ സുഹൃത്ത് ബന്ധങ്ങളും ഇതൊക്കെ അത് ഇസ്ലാം പറഞ്ഞതുപോലെ നിലനിർത്തി പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അനുഗ്രഹിക്കുന്നത് മാത്രമല്ല, സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. ആഖിറത്തിൽ മാത്രമല്ല. അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള കടമകളും ചുറ്റുകളോടുള്ള കടമകളും യഥാവിധി സാധിക്കുന്ന വിധത്തിലൊക്കെ അള്ളാഹിനെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് നമ്മൾക്ക് നിർവഹിക്കുവാനും അതുവഴി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തം കരസ്ഥമാക്കുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മശായിഖന്മാർ, ഉസ്താദ്മാർ, അവരുടെ പദവികൾ അള്ളാഹു തആല നാൾക്കുനാൾ ഉയർത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും ഇണകൾക്കും സന്താനങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും ശിഷ്യന്മാരും ശിഷ്യകൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും അള്ളാഹ് പുറത്തു കൊടുക്കുകയും അള്ളാഹു തആല പദവികൾ ഉയർത്തുകയും ചെയ്യട്ടെ. നമ്മളേവരെയും അള്ളാഹു തആല എല്ലാ വഴികേടുകളും രക്ഷപ്പെടുത്തുകയും അവൻ്റെ തൃപ്തിയിലായി ജീവിച്ചു മരിക്കാനുള്ള ദീർഘായുസ്സും ബറക്കത്തും ആരോഗ്യവും നൽകി നമ്മളേവരെയും അള്ളാഹ് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ربنا تقبل منا دعانا وسائر اعمالنا بمحض فضلك انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بجاه سيدنا نبينا مصطفى محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.